everybody, welcome back to my channel. ഞാൻ ലോങ് വീഡിയോസ് ചെയ്യാറില്ല കാരണം എനിക്ക് മടിയാണ്. പക്ഷെ I just want to try one today and I'm doing home tour. ഫ്രഷ് അല്ല. അപ്പോൾ വെൽക്കം ടു ടുഡേയ്സ് വ്ളോഗ്. പക്ഷെ ഹോം ടൂർ ചെയ്യാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിങ്ങോട്ട് മാറിയിരിക്കും. കണ്ടോ, 4 ദിവസമായി മടക്കാത്ത തുണിയാണ്, പിന്നെ വീട് നിറച്ചും പൊടിയാണ്. അപ്പം ഞാൻ ആദ്യം അതൊന്ന് വൃത്തിയാക്കിയിട്ട് ഹോം ടൂർ ചെയ്യാം. എസ്തെറ്റിക് ഷോപ്പാണ്. അങ്ങനെ സെറ്റല്ല ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരുന്നേ പറയാത്തേ. ഈ വീട് ഇങ്ങനെ സ്പോട്ട്ലെസ് ആക്കി വെക്കുന്നത് ഭയങ്കര ഫ്ലെക്സാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നെ എനിക്ക് ജോലിയൊന്നും കിട്ടാണ്ട് അതിന്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും എൻ്റെ പ്രയോറിറ്റീസ് എല്ലാം മാറി. അപ്പം എനിക്ക് മനസ്സിലായില്ലെന്ന് ഒരു കാര്യമില്ല. മുന്നേ ഒരു സാധനം സ്ഥാനം മാറിക്കിടന്ന അതൊക്കെ ഞാനും അതിലും തമ്മിൽ ഭയങ്കര അടിയായിരിക്കും. അത് മാറ്റി വെക്കുന്നവരെ ഞാൻ അവന് സ്വൈര്യം കൊടുക്കൂല. പക്ഷെ ഇപ്പം എനിക്ക് ഒരാഴ്ച വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. സാരില്ലെന്ന് സാധനങ്ങളൊക്കെ മാറിക്കിടന്ന ഇപ്പം എന്താ ഈ വീട്ടിൽ സംഭവിക്കാനല്ലേ. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞു. നമുക്ക് ഇനി ഈ സാധനം കൊണ്ടുപോയിട്ട് കളയണം. ഇവിടെ അടുത്ത് തന്നെ ഷൂട്ടുണ്ട്, ഷൂട്ടിലാണ് നമ്മൾ കൊണ്ട് കളയാം. അപ്പോൾ ഇതിപ്പം തീരും തോന്നില്ല. 2 പാർട്ടായിട്ട് ചെയ്താലും അതിന് മാത്രം മുറിയുണ്ട്. 2 പാർട്ടായിട്ട് ഇത് തീരണ്ടേ? തുണി മടക്കല് തീരണ്ടേ? എന്നാലല്ലേ ചെയ്യാൻ പറ്റൂ. ഉത്തരവാദിത്വത്തോടു കൂടി തുണി മടക്കി കൊടുക്കുന്നു. സമീപിക്കുക ശങ്കർ അസോസിയേറ്റ്സ്. ആ പേരെങ്ങനെയുണ്ട്? ശങ്കർ അസോസിയേറ്റ്സ്. ഓക്കെ, അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞു. നമുക്ക് ഇനി തുടങ്ങിയാലോ. ഞാൻ ആദ്യം പുറത്തുനിന്ന് വരാം, അപ്പോൾ മനസ്സിലാവും ഏകദേശം ഒരു സ്ട്രക്ചർ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുക. വഞ്ചാക്കാൻ പറ്റുള്ളൂ. ഓൾറൈറ്റ്, അപ്പോൾ ഇതാണ് നമ്മൾ കോറിഡോർ. ഞാൻ വഞ്ചാക്കണില്ല കേട്ടോ, ഇവിടെ നിന്ന് അങ്ങനെ ഒച്ചപ്പാടൊന്നും ആക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് വീട്ടിൻ്റെ ഒരു കയറി വരുമ്പോൾ തന്നെയുള്ള സ്ട്രക്ചർ. ഇത് കിച്ചൺ, ഇത് ഡെൻ എന്ന് പറയും. കിച്ചൺ പൊതുവേ ചെറുതായിരിക്കും. പിന്നെ അധികം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും കയറി വരുമ്പോൾ തന്നെയാണ് കിച്ചൺ ഉണ്ടാവുക. അത് നമുക്ക് ആദ്യം കാണുമ്പോൾ കുറച്ചൊരു ഓടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പം ഞാനിതിന് യൂസ്ഡ് ആണ്, കാരണം ഇവിടെയുള്ള എല്ലാ അപ്പാർട്ട്മെൻറ്റ്സും ഏകദേശം ഇതേ സ്ട്രക്ചർ തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജും കുക്ക് ടോപ്പും പൊതുവെ എല്ലായിടത്തും കോമൺ ആയിട്ട് ഉണ്ടാവും. അത് നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഡിഫോൾട്ടായിട്ട് അവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഡിഷ് വാഷർ ചിലപ്പോൾ എന്താ പറയുക കാണുന്നില്ലേ. ഡിഷ് വാഷർ പക്ഷേ കോമൺ ആയിട്ട് കാണുന്നൊരു സാധനമല്ല. അത് നമ്മൾ ബേസ്മെൻറ്റിൽ നിൽക്കുമ്പോൾ അവിടെയൊന്നും ഉണ്ടായിട്ടില്ല, ഇവിടെയാണ് ഉണ്ടായത്. ഓക്കെ, സോ അതാണ് കിച്ചൺ. ഇത് ഡെന്റ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ബെഡ്റൂമിന്റെ സൈസ് ഇല്ല, പക്ഷെ വേണമെങ്കിൽ ഒരു ബെഡ്റൂം ആക്കുകയും ചെയ്യും. അപ്പൊ ഒരു സെമി റൂം അങ്ങനെ വേണമെങ്കിൽ പറയാം. അതിനാണ് ഇവിടെ ഡെൻ എന്ന് പറയാം. അപ്പൊ ഡെൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവന്റെ അതുപോലെ വർക്ക് സ്റ്റേഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നല്ല മെസ്റ്റപ്പ് ആയിരിക്കും ഇതിന്റെ പരിപാടി. പിന്നെ എല്ലായിടത്തും അധികം കോമൺ ആയിട്ട് കാണുന്ന സാധനമാണ് ക്ലോസറ്റ്. നമ്മളിപ്പോൾ ജാക്കറ്റും ഷൂവും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാഗും അങ്ങനത്തെ പരിപാടികളെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് പോലെ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കാരണം നമുക്ക് വരുമ്പോൾ പോകുമ്പോൾ എല്ലാം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ സോക്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐക്കിയെന്ന് വാങ്ങിച്ചിട്ട് ഒരു സെറ്റപ്പ് ആക്കിയതാണ്. ലിവിംഗ് റൂം, ഇതാണ് ലിവിംഗ് റൂം. ഞാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് സെറ്റപ്പ് ആക്കിയ ഒരു സാധനമാണ്. കൗച്ച്, ടേബിള്, ടിവിന്റെ സ്റ്റാൻഡ്, പിന്നെ ഇതെല്ലാം എൻ്റെ പ്ലാൻസ് ആണ്. ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ്, ബാക്കി ഇതെല്ലാം നാച്ചുറലാണ്. അത്രയല്ലേ ഉള്ളൂ. നല്ല രസമല്ലേ ഇവിടെ. നമ്മൾ മെയിൻ കോമൺ ആയിട്ട് നമ്മുടെ സ്ഥലം എന്താ പറയാ, നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലിവിംഗ് റൂം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചൊരു നല്ല ഭംഗിയായിട്ട് സെറ്റപ്പ് ആക്കി എടുക്കാണ്. ദിസ് ഈസ് മൈ ഭംഗി. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഈസ് യുവർ ഭംഗി. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് ഉള്ള സാധനമാണ് ഡ്രയറും വാഷറും. അതെന്തായാലും ഉണ്ടാവും. എന്തായാലും ഉണ്ടാവില്ലേ? ഒരു 100% ഉറപ്പാന്ന് ഇവിടെ ഡ്രയറും വാഷിംഗ് മെഷീനും ഉണ്ടാവും. കാരണം നമുക്ക് പുറത്ത് ആറിയിടാനും പുറത്ത് അലക്കാനും അങ്ങനെയൊന്നും പറ്റില്ല. ചിലപ്പോൾ ചില ബിൽഡിങ്ങിൽ അത് കോമൺ ആയിട്ട് ഒരു ഏരിയയിൽ ഉണ്ടാവും. അപ്പം നമ്മൾ കോയിൻ കൊണ്ടുപോയിട്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അലക്കൊക്കെ ചെയ്യണം. നമുക്കിപ്പോൾ ഇവിടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, അത് കീപ്പ് ചെയ്യാൻ പ്രത്യേകിച്ചൊരു ഇതും കാണും. നമുക്ക് ബെഡ്റൂം പോകാം. ഇതാണ് ബെഡ്റൂം. നമ്മളങ്ങനെ ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടൊന്നുമില്ല, പക്ഷെ ഇത് നല്ല അടിപൊളി സ്പേഷ്യസ് ഒരു ബെഡ്റൂമാണ്. നമുക്ക് ഓടിക്കളിക്കുന്നതിനുള്ള ബെഡ് ഉണ്ട്. പിന്നെ ഞാനൊരു മിറർ, ഫുൾ സൈസ് മിറർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഡ്രോയർ. നമ്മൾ അത്യാവശ്യം ഡ്രസ്സും എൻ്റെ മേക്കപ്പ് പണി സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത്
ഒരു സ്ഥലമാണ്. ഈ ഇതും ഇവിടെ എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല, പക്ഷേ ഇവന് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കീപ്പ് ചെയ്തത്. പിന്നെ ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് വീക്കെൻഡ്സ് ആണ് വർക്ക്. അപ്പോൾ അതിന് പുറത്തുനിന്ന് TV കാണാനും പരിപാടിക്കൊക്കെ അതാണല്ലോ നല്ലത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വർക്ക്. ഇതിങ്ങനെ ഉള്ളിൽ കീപ്പ് ചെയ്യുന്നത്, അതായത് ഒരു വർക്ക് സ്റ്റേഷൻ ഉള്ളിൽ കീപ്പ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയില്ല. പക്ഷേ സംടൈംസ് വി ഷുഡ് അഡ്ജസ്റ്റ്. ഓക്കെ, പിന്നെ ഇതാണ് ക്ലോസറ്റ് ആരും ജഡ്ജ് ചെയ്യണ്ട. ഇത് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഇതിന് മറ്റേ നമ്മളെ നാട്ടിലെ പോലെ തട്ടടിച്ചിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മളൊരു ഹാങ്ങിങ് ക്ലോസറ്റ് വാങ്ങിച്ചിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റുന്നതാണ്. പിന്നെ എനിക്ക് ഡ്രസ്സ് വാങ്ങൽ ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇതിനകത്ത് സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ, ആ സൈഡ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് അതിൻ്റെ സൈഡാണ്. നമുക്ക് വാഷ്റൂം കാണാം. ചെറിയൊരു സെറ്റപ്പാണ്. ഒരു എന്താ പറയുക, വാഷ് ബേസിൻ, ക്ലോസറ്റ്, പിന്നെ ബാത്ത് ടബാണ് അധികം എല്ലായിടത്തും ഉണ്ടാവുക. നമ്മൾ കിടന്നൊന്നും കുളിക്കുന്ന പരിപാടിയൊന്നുമില്ല, നമ്മൾ നിന്നിട്ട് കുളിക്കും. അത്രയും ഇവിടെ കാണാമല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റോറേജ് ഉണ്ട്. നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇപ്പം നമ്മൾ ബൾക്കായിട്ട് കോസ്കോ പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരിക. അപ്പോൾ ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ എല്ലാ പരിപാടികളും നമ്മൾ കീപ്പ് ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ വിലയ്ക്ക് എന്ത് ഇത്ര കാണിക്കാനല്ലേ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്ഥലം കാണിച്ചു തരാം. ദാറ്റ് ഇസ് ബാൽക്കണി. കം. ഇതാണ് ബാൽക്കണി. ഇത് പ്രാവ് അപ്പിയിട്ട് വെച്ചേക്കുന്നതാണ്. ഇവിടെ വന്നിരിക്കും. കാരണം വിൻ്റർ ആയതുകൊണ്ട് ഇവർക്ക് എവിടെയും പോകാനില്ലാന്ന് തോന്നും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ അപ്പിട്ട് ഇങ്ങനെ നിർത്തും. അപ്പം ഞാനിപ്പോൾ ഇതൊന്നും നിർത്തിയാക്കൂല. വിൻ്റർ കഴിഞ്ഞതിന് ശേഷം അവരെ പരിപാടികളെല്ലാം കഴിഞ്ഞാൽ അവർ സമ്മറിൽ എവിടെയെങ്കിലും വരൂല. അപ്പം അങ്ങനത്തെ സമയത്ത് നമുക്കിത് വൃത്തിയാക്കാൻ പറ്റില്ല. അല്ലാണ്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ എപ്പോൾ വൃത്തിയാക്കേണ്ടി വരും. ഓക്കെ, പിന്നെ നമ്മൾ സമ്മർ ആയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചെടിയൊക്കെ വളർത്തും. പക്ഷെ ഇപ്പോൾ വളർത്താനുള്ള ഒരു പരിപാടിയില്ല, ഒരു സാഹചര്യമില്ല. കാരണം വിൻ്റർ ആയതുകൊണ്ട്, മഞ്ഞായതുകൊണ്ട് ഒരു ചെടിയും നിൽക്കില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഇതത്ര ഇന്ന് 0 ഡിഗ്രി അതിന് മുകളിൽ അങ്ങനെ ചാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ ഇതൊക്കെ സോളാറിലാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇതൊന്നും കത്തില്ല. നമുക്ക് എന്തെങ്കിലും പറയണം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഇങ്ങനെയാണ് ഈ ബാൽക്കണിയിൽ നിന്ന് രാത്രിയുള്ള വ്യൂ. നമ്മളിവിടെ വരുമ്പോൾ രാത്രിയായിരുന്നു വന്നത്. അപ്പോൾ ഈ വ്യൂ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞെടുത്തതാണ്. ഈ വീട് നൈസല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് സ്ഥലമൊന്നും കാണിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒരു റൂമും ഒരു ലൈക്ക് ഡെന്നും പിന്നെ ലിവിങ് റൂമും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. നമ്മൾ രണ്ടാക്കിക്കാൻ വേണ്ടി അത് തന്നെ ധാരാളമാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഓക്കെ ആക്കിയത്. പക്ഷെ റെൻ്റൊക്കെ നല്ല കൂടുതലാണ്. ചെറിയ സ്ഥലമാണെങ്കിലും റെൻ്റൊക്കെ ഭയങ്കര കൂടുതലാണ്. അതൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ നിൽക്കുന്നത് ഒണ്ടാരിയോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊവിൻസിലാണ്, കാനഡയിൽ. സോ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.